ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ആണ് ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കിടന്നു വന്നിരിക്കുന്നത്. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസത്തിന് മേലെ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇറ്റ് വാസ് എ ലോങ് ബ്രേക്ക്. സാഹചര്യം കൊണ്ടാണ് എനിക്ക് ആക്ച്വലി കുറേ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് ഒന്നും പ്ലാൻ അനുസരിച്ച് നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനും അനിയത്തിയും കൂടി ഒന്ന് കാവ് വരേക്കും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ നല്ല മഴയാണ്. അപ്പം മഴയത്ത് തന്നെ പോകുന്ന ഒരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ്. പോകുന്ന വഴിക്ക് നല്ല കാണാനുള്ളതല്ല മെയിൻ ഉദ്ദേശം. മഴയത്ത് ഇറങ്ങി നടക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. ഇല്ല, പനി മാറിയിട്ടില്ല എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ കാവ് കാണണമെന്നുള്ള അതിയായ ആഗ്രഹം. ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം വന്നു. അങ്ങനെ നമ്മൾ പനിയെ അവിടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം മഴ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പനി എന്നോട് നീ സൈഡായിക്കോന്ന് പറയുമെന്ന് എനിക്കറിഞ്ഞോടാ. എന്നാലും നമുക്ക് പോയിട്ട് വരാം. സോ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഒരു മഴ വ്ളോഗാണ്. നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ കാവിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അറിയില്ല റോട്ടിലെല്ലാം ഇങ്ങനെ എത്രത്തോളം വെള്ളത്തിൻ്റെ ഒരു എമൗണ്ട് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഈ പോകുന്ന വഴിക്ക് എന്തായാലും അതിന് മാത്രം വെള്ളമൊന്നും ഇല്ല, ഇവിടെയൊന്നുമില്ല. ഇനിയിപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് മഴ മാറി വല്ല പേമാരി ആവുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. വീട്ടിൽ നിന്ന് പോകണ്ട, നോക്കിയിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ തോടിൻ്റെയും റോഡിൻ്റെയും ഒക്കെ അവസ്ഥ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വെള്ളം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കടുത്ത പനിയും രാത്രിയാകുന്ന സമയത്ത് ഭയങ്കരമായ ചുമയും എല്ലായിട്ടാണ് ഇതുവരെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആഗ്രഹം പറഞ്ഞപ്പോൾ മഴയത്ത് ഇറങ്ങി നടക്കാൻ എനിക്കും ആഗ്രഹം വന്നു. എനിക്ക് ഈ വെള്ളത്തിലൂടെ നടക്കുന്നേരം മറ്റേ അന്യൻ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, എന്നേനും അന്യനില് മറ്റേ തവള ഷോക്കടിച്ച് മരിക്കൂലേ, ഈശ്വര. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ബിലോ. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ, മറ്റേ വിക്രമിൻ്റെ അനിയത്തി മരിച്ചു എന്ന്. എന്നാൽ അങ്ങനെ ഒരു ഇതുണ്ട്. അതാ നീ വെള്ളമൊക്കെ കാണുമ്പോൾ ലൈന് പൊട്ടി വീണിട്ടുണ്ട് പോലും. അപ്പം അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ അവസ്ഥ അല്ലേ. ആക്ച്വലി ഈ സൈഡിൽ ഇങ്ങനെ ഈ മതിൽ പോലെ കെട്ടിയതുകൊണ്ടേ എന്തെന്നെയാലും മതിലിൻ്റെ പരുവത്തിലല്ലേ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം അധികം ഇതായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിക്കൽ കുളത്തിലെ വെള്ളത്തിന് ശേഷം മാക്സിമം ഞാൻ നിങ്ങൾക്ക് റോഡിലുള്ള വെള്ളം ഞാൻ കാണിച്ചു തരാം. തിരിച്ചു പോകുമ്പോൾ നല്ല മഴ പെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തെറേൻ്റെ സമയത്തുള്ള ഞാൻ മാക്സിമം വ്ളോഗ്സും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കാവ് തെറേൻ്റെ ടൈമിലും ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം തന്നെയായാലും ഞാൻ വീഡിയോസൊന്നും ഞാൻ അധികം പോസ്റ്റ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അതാണ് മഴയത്ത് എങ്ങനെയുണ്ട്, ആ ഒരു വ്യൂ എങ്ങനെയുണ്ട്, നമ്മൾ ഈ നാട്ടിൻപുറം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ കാവിലെത്തി ഗൈസ്. തിരിച്ചു പോകുമ്പോഴെങ്കിലൊന്ന് നല്ലൊരു മഴയും പെയ്തോട്ടെ, അതാകുമ്പോൾ നിങ്ങൾക്ക് മഴയും കാണാമല്ലോ. ഈശ്വര, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്ന് വഴുതി വീഴാൻ പോയതാണ്. ഇവിടുന്ന് അങ്ങനത്തെ ഒരു സംഭവ വികാസങ്ങളൊന്നും നടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. Gobika Dinesh Kare, how are you feeling today?
ഹൗസ് ദിസ് ഈവനിങ്? ആ, നമ്മൾ നല്ല സ്റ്റഡി വടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാവിലെ കുളത്തിലെന്തായാലും കാവിലെ കുളത്തിൽ പൊതുവേ സൺഡേ ആയതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികളൊക്കെ വരേണ്ടതാണ്, കുട്ടികളും ചേട്ടന്മാരൊക്കെ വരേണ്ടതാണ്. പക്ഷെ ആരും കാണുന്നില്ല. ഇനിയിപ്പോൾ കുളത്തിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. എന്തേനായാലും നമുക്ക് നോക്കാം. അവിടെ ആൾക്കാരുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും അവരെ കുളിസീൻ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. കുളം നമുക്ക് കുളം കണ്ടിട്ട് വരാം. കാരണം വാവ് മോനെ, എവിടെ മോനെ സീനി. ഇനി ഒരു 5, 5:30, 6 മണി 6:30 ആയതിനു ശേഷം നമുക്ക് കുളം കാണാൻ പറ്റില്ല. ബിക്കോസ് സന്ധ്യ വളക്കിന് ശേഷം നമുക്ക് കുളത്തിലേക്ക് പോകാനുള്ള നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് വെള്ളത്തിലൂടെ നടത്തിക്കുന്ന അല്ലേ അനിയത്തി. ഗോപി മര്യാദയ്ക്ക് നടന്നോ? ഇത് സീനാക്കിന്. ഈ കുളത്തിൽ നിന്നാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് നീന്തം പഠിച്ചതെന്നല്ല, ഞാൻ അതിൻ്റെ ഒരു ബേസിക്സ് ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത്. ഗോപി ഇവിടെ നല്ല രസമുണ്ട് ഗൈസ് കുളം കാണാൻ. ചാടി നീന്താൻ തോന്നുന്നുണ്ട്, പക്ഷെ നീന്തറിയില്ല. നമ്മൾ ഒരിക്കലും എടുത്ത് ചാടാൻ ചെയ്യണം. അതെ, വാവാണ് വാവ്. അതായിരിക്കും വാവ് എന്ന് പറയുന്നത്. ആ കുളം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനക്ക് എടുത്ത് തുള്ളാൻ തോന്നുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ കടുങ്കൈ ഞാൻ ചെയ്യുന്നില്ല. ബട്ട് ആക്ച്വലി എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹമുണ്ട്. നീന്തലൊന്ന് സെറ്റാക്കണം, എന്നാലേ തോന്നുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. വരികത്തുള്ളൂ, ഒന്നും നോക്കാനില്ല. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അടുക്കുന്നു. അമ്മ വെള്ളം കാണുമ്പോൾ എന്നാ ഓ മാൻ സീനി. ശരിക്കും ഈ മുറ്റത്തിങ്ങനെ ഇത്രയൊന്നും വെള്ളം എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവാറില്ല. പക്ഷേ ഈ കുളത്തിൻ്റെ ഇതും എല്ലാം കൂടിയിട്ട് കാണുന്ന സമയത്ത് വെള്ളം കയറിയതിൽ വലിയ അത്ഭുതം പറയാനില്ല. കാവിലെ വെള്ളക്ക് വെള്ളമൊക്കെ എന്ന് പറയുന്നത് വിളക്ക് തെളിച്ചു എൻ്റെ സമയമായി. ഇവിടെ നമ്മളെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഈ ഇതുണ്ടല്ലോ, പരിപാടി ഉണ്ടല്ലോ, കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവത്തിനേക്ക് ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം, ഈ ഇളനീരാട്ടത്തിന് വേണ്ടിയിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് സെറ്റാക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ നാട്ടുകാർ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ ഒരു ഡിവൈൻ വൈബാണ് ഗൈസ് ഇവിടെ, പറയണ്ട.
ഇതാണ് നമ്മളെ കാവ്. ഇവിടെ അത്യാവശ്യം കുറേ മ്യൂറൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇതൊന്നും നമുക്ക് തെറിയുള്ള സമയത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. തെറിയുള്ള സമയത്ത് നമുക്ക് തെയ്യത്തിൻ്റെ ഇത് മാത്രമല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എൻ്റെ ഈ വ്ളോഗിലൂടെ ആ ഒരു പെയിൻറ്റിങ്ങും കൂടി കാണുകയാണ്. ഗോപി, എങ്ങനെയുണ്ട് ഇന്നത്തെ വൈബ്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞത്, അത് കേൾക്കുമ്പോൾ പിന്നെന്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നും. പക്ഷേങ്കിൽ അതിന് വേറൊരു കാര്യമുണ്ട്. ആ കാരണം എല്ലാം കൂടി നിങ്ങൾക്ക് പറഞ്ഞാലൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. മുത്തപ്പൻ കാവെല്ലാം കണ്ടോ? ആ, ഇപ്പോൾ എന്നു പറയുന്നത് നല്ലൊരു ദിവസം, നല്ലൊരു ഈവനിങ് ആയിരുന്നു. ദിവസമാണ്, നല്ലൊരു ദിവസമാണ്. ഇത് പറയാം, നേരത്തെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഹൗ യു ഫീലിംഗ്? ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ. റോഡ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വരുന്നത്, കോളേജ് കഴിഞ്ഞിട്ട് ഏകദേശം 1 year ആയി. അപ്പം കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മഴ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ അങ്ങനെ തൊയ്യലല്ല, കാലുകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞ് കഴിഞ്ഞിട്ടാണ് വരൽ. അപ്പോൾ ഇവിടെ മറ്റേ തോടിൻ്റെ പണി, നിങ്ങളെല്ലാം എന്നാ പറയാമെന്നറിയില്ല, തോടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ, തോടെല്ലാ നാട്ടിലും തോട് തന്നെയാണ്. ഓക്കെ, എന്നാൽ തോടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവർ നല്ലോണം ഇതാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റോട്ടിൽ വെള്ളം നമുക്ക് ഇങ്ങനെ തൊയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വന്നിട്ട് നോക്കുമ്പോൾ റോട്ടിൽ വെള്ളമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്യും, മഴയും ഇല്ല. മഴയത്ത് നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു, മഴയും ഇല്ല. മേ ബി എനിക്ക് പനി വന്നുകൊണ്ട് ദൈവത്തിന് വിചാരിച്ചിട്ടുണ്ടാകും, അതുമാകാം. പക്ഷേ ഇനി കുളത്തിലെ വെള്ളവും അവിടെയുള്ള ആ വെള്ളവും ഇങ്ങനെ കണ്ടപ്പോൾ അതെനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ബട്ട് ആക്ച്വലി ഞാൻ വിചാരിച്ച ഒരു മഴ വ്ളോഗ് എടുക്കാമെന്നുള്ളതാണ്. പക്ഷെ മഴേൻ്റെ ഒരു അഡ്രസ്സ് പോലും ഞാൻ ഇവിടെ നീ നിൽക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ വരേക്കും കാണുന്നില്ല. മേ ബി ചിലർപ്പം തിരിച്ചു പോകുന്ന സമയത്ത് എങ്ങാനും പെയ്താൽ നിങ്ങൾക്ക് മഴ കാണാം, ലൈവായി മഴ കാണുന്ന സമയത്ത് റോട്ടിൽ അത്രയും വെള്ളം വേണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളത് നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. കാരണം കുറച്ച് വെള്ളപ്പൊക്കമല്ല, കുറച്ച് വെള്ളം, കാലിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി നടക്കാനുള്ള കുറച്ച് വെള്ളം, കുറച്ച് മഴയും കുടയിലും ചൂടി ആക്കിയിട്ട് നടക്കുന്ന ആ ഒരു രസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ മഴ വന്നിട്ടില്ല. ഇരുണ്ട് മൂടി വരുന്നത് സന്ധ്യേൻ്റെ ഇരുടാണെന്നാണ് തോന്നുന്നത്. ഇനി മഴ വന്നാൽ ഇറ്റ് വിൽ ബി നൈസ്, മോർ നൈസ്. മഴ കാരണം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ഫുള്ള് കംപ്ലീറ്റ്ലി വെള്ളമാണ്. അപ്പോൾ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഇവിടെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഭയങ്കര മഴയുള്ളൊരു രേഖ ഇത്. ഇപ്പം നമുക്കൊരു ആക്ച്വലി ഇവിടെ നമുക്ക് കണ്ണൂർ റെഡ് അലേർട്ട് തന്നെയാണ്, നല്ല മഴ പെയ്തിട്ടുമുണ്ട്. പക്ഷേങ്കിൽ സേഫാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒന്ന് പറയാനുള്ളത് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഈ ഒരു ഏരിയേൻ്റെ ഇതിലുള്ള ഇതാണ് പറയുന്നത്. വേറെ അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് നിൽക്കുക. പിന്നെ വലിയ സാഹസികമായ പരിപാടീസ് ഒന്നും ഇപ്പോൾ കാണിക്കണ്ട. അതായിരിക്കും നമുക്ക് നല്ലത്. രാവിലെ മുതലേ ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മഴയത്താകുന്ന സമയത്ത് ഈ മറ്റേ കറണ്ടിൻ്റെ വയറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മറ്റേ അന്യൻ സിനിമയിലുള്ള ഇത് താലയിലാലോ, ആ പാട്ടല്ല അവൾ നേരത്തെ പറഞ്ഞത്. ആ വയറെല്ലാം ഉണ്ടാവും. അപ്പം നോക്കിയിട്ടെല്ലാം നടക്കുക, വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് നോക്കിയിട്ടൊക്കെ പോവുക, സേഫായിട്ട് നിൽക്കുക. ഇതെല്ലാം എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ആക്ച്വലി മഴയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. നമുക്ക് മഴ വരുന്ന സമയത്ത് വെറുതെ നടക്കാനൊക്കെ ഒരു രസം. എല്ലാവർക്കും ആ ഒരു രസം കിട്ടുക. എല്ലാവർക്കും മഴ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. നല്ല അതിരൂക്ഷമായ മഴ വരുന്നതിന് മുന്നേ ഞങ്ങളും വീട്ടിലെത്തണം എന്നാണ് വിചാരിക്കുന്നത്. സോ മഴ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ കോമഡി. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മഴ. നല്ല രസമുള്ള ഒരു വെതറാണ്.
മഴ സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. സോ ആസ് വി വിഷ് മഴ പെയ്തു. മഴ നന്നായിട്ട് ഇപ്പം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനി അത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ സീൻ കോൺട്രയാവും. സോ വേഗം തന്നെ നടക്കട്ടെ. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് മെല്ലെ പോവാം. ഇതായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെ ഏകദേശം എനിക്ക് കിട്ടി. അടിപൊളി വ്യൂ ആണ്. മഴയത്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് സീരിയസ്ലി. സോ യാ, നടന്ന് എത്രയും പെട്ടെന്ന് സേഫായിട്ട്, ഞാൻ നിങ്ങളായിരിക്കും ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ മഴയത്ത് നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. റോട്ടിൽ വെള്ളമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളിപ്പോൾ റോഡിലൂടെയുള്ള വെള്ളത്തിലൂടെയാണ് ഗായ്സ് നടക്കുന്നത്. ശരാ, അപ്പം ഞങ്ങൾ കാവന്നിറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അമ്മ ഇല്ല, ആക്ച്വലി മഴയത്തിങ്ങനെ കുടയും ചൂടി നടക്കാനല്ല, കുടയില്ലാണ്ട് നടക്കാനാണ് ഇഷ്ടം. പക്ഷേങ്കിൽ എനിക്ക് അതിനോട് ഇപ്പം തൽക്കാലം താല്പര്യമില്ല. കാരണം പനി മാറിയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കരമായ കടുത്ത പനിയായിരുന്നു. പിന്നെ മഴയല്ലേ, ഒരു രസമല്ലേ എന്ന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. യാ, അപ്പോൾ പനിയെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കിയും കണ്ടും നിങ്ങൾ ഈ മഴയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നാട്ടിൽ നിങ്ങൾ സേഫ് ആണെങ്കിൽ മാത്രം ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യാം. പണി കിട്ടും. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്പോട്ടും കൂടി കാണിച്ചു തരാം. ഇതാണ് ചാമംകുളം, രാമംകുളം, അങ്ങനെ എന്തോന്ന് പേര്. ആക്ച്വലി ഇതൊരു ഹൊറർ സ്പോട്ടാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിവുള്ളത്. സോ ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം. നല്ല മഴയാണ് ഗൈസ്. വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ. ഞങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തി. മാറ്റട്ടെ, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും തണുപ്പ് പിടിക്കും. ബൈ. സോ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അധികം ബ്രേക്കൊന്നും ഇല്ലാണ്ട് ഞാൻ മാക്സിമം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.